വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 27-ാമത്തെ വാക്യം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 27-ാമത്തെ വാക്യം. പത്രോസ് അവനോട്, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചു. വളരെ സുപ്രധാനമായൊരു ചോദ്യമാണ്. ഈ ചോദ്യം നമ്മുടെ എല്ലാം പ്രതിനിധിയായിട്ട് ഈ പ്രസംഗം കേൾക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇന്ന് പെട്ടെന്ന് ഇവിടെ പന്തലുയരുകയും ഇവിടെ മൈക്ക് സിസ്റ്റം തയ്യാറാക്കുകയും പെട്ടെന്നൊരു ക്രമീകരണം ഉണ്ടായതല്ല. ആഴ്ചകളോളമായി കർത്താവിൻ്റെ ദാസന്മാരും ദൈവസഭയും ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവർ കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയങ്ങളിൽ തന്നെ കാണുന്നവരോടെല്ലാം കൺവെൻഷൻ ഉണ്ട്, കടന്നു വരണമെന്ന് പറയുവാനിടയായി. അങ്ങനെ ക്ഷണിക്കപ്പെട്ടവരായി അനവധി ആളുകൾ ഇതിനകത്തേക്ക് കടന്നു വന്നിട്ടുണ്ട്. യേശുക്രിസ്തുവിന്റെ സത്യസുവിശേഷം, യേശുവിലേക്ക് ജനത്തെ ആഹ്വാനം ചെയ്യുക എന്നുള്ളതാണ് ആകത്തുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാം പ്രതിനിധിയായി, ലോക ജനതയുടെ പ്രതിനിധിയായി പത്രോസ് യേശുവിനോട് മുഖത്ത് നോക്കി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മറ്റാരോടും പറഞ്ഞത് യേശുക്രിസ്തു കേട്ടതല്ല. യേശുക്രിസ്തുവിന്റെ മുഖത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം ഇപ്രകാരമാണ്: ഞങ്ങൾ സകലതും വിട്ട് നിന്നെ അനുഗമിക്കുന്നു, ഞങ്ങൾക്ക് എന്തോ കിട്ടും? ഇത് എല്ലാവരുടെയും ഹൃദയത്തിലെ ചോദ്യമാണ്. ക്രിസ്തുവിനെ അനുകരിച്ചാൽ എന്ത് കിട്ടും? ആമസ്തോത്രം. സമയത്തിന്റെ പരിമിതിയിൽ നിന്ന് ചില ഭാഗങ്ങൾ ഞാൻ ഉദ്ധരിക്കുവാനായി താല്പര്യപ്പെടുന്നു. യേശുക്രിസ്തുവിനോട് കൂടെ നടന്ന ആമസ്തോത്രം അരിമശിഷ്യന്മാർ, അപ്പോസ്തലന്മാർ 12 പേരുണ്ടായിരുന്നു. ഒത്തിരി തന്നെ അനുധാവനം ചെയ്തവരുണ്ടായിരുന്നു. ഇവരെല്ലാം കൂടി ഇങ്ങനെ നടക്കുമ്പോൾ, പ്രത്യേകിച്ച് പത്രോസ് പടകിലൊന്നുമില്ലാത്തവനായി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് യേശു പത്രോസിനെ വിളിക്കുന്നത്. എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. തനിക്ക് ഒന്നുമില്ലാതിരുന്ന സമയത്ത്, പടക് ശൂന്യമായിരിക്കുമ്പോൾ യേശു പറഞ്ഞു വലതുഭാഗത്തേക്ക്. ഞാനത് വിശദീകരണം പോകാതെ പെട്ടെന്ന് സ്തോത്രം എൻ്റെ വിഷയത്തിലേക്ക് പോകുകയാണ്. യേശു പറയുകയാണ്, നീ മീൻപിടുത്തത്തിന് വേണ്ടി പടകിൻ്റെ വലതുഭാഗത്ത് വല വീശാനെന്ന് പറഞ്ഞു. വല വീശി പെരുത്ത മീൻകൂട്ടം കിട്ടി. ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ അടുക്കൽ കടന്നു ചെന്ന് പത്രോസ് പറയുകയാണ്, ഞാൻ പാപിയാണ്, എന്നെ വിട്ടു പോകണമേ. നമ്മളാണെങ്കിൽ പറയും, യേശുവേ പോകരുതേ, നിൽക്കണേ എന്ന് പറയും. ഞാൻ പാപിയാണെന്ന് പറയത്തില്ല. യേശുവേ നീ ചെയ്ത ഉപകാരത്തിന് സ്തോത്രമെന്ന് പറയും. നമ്മുടെ കണ്ണ് ആ നന്മയിൽ ഇങ്ങനെ കണ്ണുമിഴിച്ച് നിൽക്കുമ്പോൾ, യേശു യഥാർത്ഥമായി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്താൽ അവൻ അത്ഭുതത്തിലല്ല വിശ്വസിക്കുന്നത്, അത്ഭുതത്തിലൂടെ അവൻ ദൈവത്തെ കാണാനിടയായി തീരും. പ്രിയ ദൈവ പൈതലേ, നമ്മുടെ ജീവിതത്തിൽ, എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാവേ, നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടന്നു കഴിയുമ്പോൾ അത്ഭുതത്തിന്റെ പുറകെ പോകാതെ, അത്ഭുതം തന്നവനെ മറന്നിട്ട് അത്ഭുതത്തിന്റെ പുറകെ പോകാതെ, അത്ഭുതത്തിലൂടെ അത്ഭുതം തന്ന ദൈവത്തെ തിരിച്ചറിയുവാനിടയായി തീരണം. അതാണ് നമ്മുടെ വെളിപ്പാടെന്ന് പറയുന്നത്. അതാണ് നാം അറിയേണ്ടത് കാര്യമെന്ന് പറയുന്നത്. യേശുവിന്റെ അടുക്കൽ പത്രോസിന്റെ അടുക്കൽ യേശു കടന്നു വന്ന അത്ഭുതം നടന്നു. പത്രോസിന്റെ കടമെല്ലാം വീട്ടിയെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. യേശു പറയുക, നിറഞ്ഞ പടക് ഇങ്ങനെ നിൽക്കുമ്പോൾ യേശു പറയുക, നീ പടകും വലയും വിട്ട് എന്നെ അനുഗമിക്കുക. നമ്മൾ ചെയ്യുമോ? പക്ഷേ പത്രോസ് അനുഗമിച്ചു. യാത്ര ചെയ്ത് മുന്നോട്ട് പോയി. പലരെയും കർത്താവ് പറഞ്ഞു, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. അവരെല്ലാം കൂടെ കൂടി. അനവധി ശിഷ്യവൃന്ദങ്ങൾ യേശുക്രിസ്തുവിനുണ്ടായി. അവരൊരുമിച്ച് യാത്ര ചെയ്തു പോകുമ്പോൾ, പ്രത്യേകിച്ച് പത്രോസിനുള്ള സ്വഭാവം എന്ന് പറയുന്നത്, തെറ്റായാലും ശരിയായാലും പൊട്ടത്തരമായാലും എന്തുവായാലും മറച്ചു വയ്ക്കില്ല. നേരിട്ട് കർത്താവിനോടങ്ങ് ചോദിക്കും, എന്നെ തൊട്ടത് ആര്? പത്രോസ് പറയാ, ഇത്രയും ജനം തിക്കി തിരയുമ്പോൾ നിന്നെ തൊട്ടത്? കർത്താവ് ചോദിച്ചതിനകത്ത് അർത്ഥമുണ്ടെന്ന് മനസ്സിലാക്കിയേ എല്ലാവരും മിണ്ടാതിരുന്നേ. പക്ഷെ പത്രോസ് ഉടനെ തിരിച്ചു മറുപടി പറഞ്ഞു, ഇത്രയും ജനം തിക്കിത്തിരയുമ്പോൾ എന്നെ തൊട്ടത് ആരെ എന്ന് നീ ചോദിക്കുന്നത് എന്ത് കർത്താവേ എന്ന് പറഞ്ഞ് യേശുവിനെ പോലും തിരുത്താൻ തുടങ്ങിയതാണ് പത്രോസ്. പക്ഷേ പത്രോസിനെയും ദൈവം കൂടെ നിർത്തി. അതുകൊണ്ട് തന്നെ പത്രോസിന്റെ ആ സ്വഭാവം ഇവിടെയും വെളിപ്പെട്ടു. ഗുരുനാഥന്റെ മുഖത്ത് നോക്കി ഒറ്റ ചോദ്യം, ഞങ്ങൾ സകലവും വിട്ടു നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്കെന്തോ കിട്ടും? ഈ കൺവെൻഷനെ കുറിച്ച് എല്ലാവരും പറഞ്ഞിട്ട് അനേകർ കടന്നു വന്നു, പ്രസംഗം കേൾക്കുകയാ. തിരുവചനം ഹൃദയത്തിനകത്തേക്ക് ആഴമായി പതിഞ്ഞു കഴിയുമ്പോൾ അവരുടെ എല്ലാം ഹൃദയത്തിൽ ഉരുത്തിരിയുന്ന ഒരു ചോദ്യമുണ്ട്. യേശുക്രിസ്തുവിലേക്ക് വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല.
യേശുക്രിസ്തുവിന്റെ ഉപദേശങ്ങളെ സ്വീകരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ ദൈവത്തെ ദൈവമായി തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ അവയെല്ലാം വിട്ടിട്ട് അവർ യേശുവിലേക്ക് വരും. യേശുവിലേക്ക് വരുന്ന സമയത്ത് അവരുടെ ഉള്ളിൽ അറിയാതെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: യേശുവിനെ പിൻഗമിച്ചാൽ ഞങ്ങൾക്ക് എന്തോ കിട്ടും? പ്രിയമുള്ളവരെ, യേശു തരുന്ന നന്മ ഈ ലോകത്തിനൊന്നും തരാൻ കഴിയാത്ത നന്മയാണ്. യേശുവിലൂടെ ലഭിക്കുന്ന നന്മകൾ ഈ ലോകത്തിലെ ഒരു വസ്തുക്കൾക്കും ഒരു വ്യക്തികൾക്കും ഒരു സമൂഹത്തിനും തരാൻ കഴിയാത്ത നന്മയും അനുഗ്രഹവുമാണ് ക്രിസ്തുവിലൂടെ മാനവജാതിക്ക് ലഭിക്കുന്നത്. അത് അക്കമിട്ട് പറയുവാൻ എനിക്ക് ആവേശമുണ്ടെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞെൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിച്ച് പ്രാർത്ഥിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ഒന്നാമത്, യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന നന്മയെന്ന് പറയുന്നത്, അനുഗ്രഹമെന്ന് പറയുന്നത്, നാം മക്കൾ എന്ന പദവിയിലേക്ക് ചെന്നെത്തിച്ചേരുകയാണ്. സ്തോത്രം ചെയ്യുക. നമ്മൾ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിലൂടെ ഒരുവൻ ദൈവത്തിങ്കലേക്ക് അടുക്കുമ്പോൾ അവൻ മക്കളായി തീരുകയാണ്, മകനായി തീരുകയാണ്, മകളായി തീരുകയാണ്. ആരുടെ മകനായി തീരുന്നു? ആരുടെ മകളായി തീരുന്നു? ദൈവത്തിൻ്റെ മകനായി തീരുന്നു, ദൈവത്തിൻ്റെ മകളായി തീരുന്നു. പ്രിയമുള്ളവരെ, ഇത് ഞാൻ പറയുമ്പോൾ ദൈവത്തിൻ്റെ മകനായി, ദൈവത്തിൻ്റെ മകളായി എന്ന് പറയുമ്പോൾ ഇതാദ്യമായി കേൾക്കുന്നവർക്ക് ആശയക്കുഴപ്പമുണ്ടാകും. എന്താണ് എന്ന് ചോദിക്കും. ദൈവത്തിൻ്റെ മകനാകുക എന്ന് പറയുന്നത് ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ പദവിയാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടികർമ്മത്തിലേക്ക് നമ്മൾ ചെന്നിട്ട് മടങ്ങി വരുമ്പോഴാണ് കാര്യം മനസ്സിലാകുന്നത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. സൃഷ്ടിപ്പിനെ കുറിച്ച് പല ചില ചിന്തകൾ ലോകത്ത് നടമാടുന്നുണ്ട്. ബൈബിൾ മാനവ സമൂഹത്തിന് നൽകുന്ന വിശദീകരണമാണ് ഇന്ന് സയൻസ് ലോകം പോലും അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. ക്രിയേഷനെ കുറിച്ച്, പ്രത്യേകിച്ച് മാനവ സമൂഹത്തിൻ്റെ മനുഷ്യോൽപത്തിയെക്കുറിച്ച് ആന്ത്രോപോളജി, നരവംശാസ്ത്രം, അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ തരുന്നത് വിശുദ്ധ വേദപുസ്തകമാണ്. നമുക്കറിയാം, മഹാവിസ്ഫോടന സിദ്ധാന്തം എന്ന് പറയുന്ന സിദ്ധാന്തമുണ്ട്. പണ്ടെങ്ങോ ഏതോ കാലത്ത്, സയൻസ് തുടങ്ങുന്നത് എങ്ങനെയാണ്? പണ്ടെങ്ങോ ഏതോ കാലത്ത് ഒരു വലിയ വിസ്ഫോടനമുണ്ടായി. അങ്ങനെ ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടു എന്ന് ഒരു കൂട്ടം ആളുകൾ വാദിക്കുന്നുണ്ട്. ഞാനതിനെ തള്ളിക്കളയുന്നില്ല. ആമൻ, വിസ്ഫോടനത്തിലൂടെയാകാം ഇതുണ്ടായത്. കാരണം ഉണ്ടാകട്ടെ എന്ന ഉച്ചാരണത്താൽ അവൻ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. അവൻ്റെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു. അവൻ്റെ ശബ്ദം വനങ്ങളെ തോലുരിപ്പിക്കുമാറാക്കുന്നു. അവൻ്റെ ശബ്ദം പർവ്വതങ്ങൾ കുലുങ്ങുമാറാക്കുന്നു. അങ്ങനെയെങ്കിൽ ആ മഹാവിസ്ഫോടന ശബ്ദം സ്വർഗത്തിലുണ്ടായപ്പോൾ പണ്ടെങ്ങോ ഏതോ കാലത്ത് എന്ന് സയൻസ് പറയുമ്പോൾ ബൈബിൾ പറയുന്നു, ആദിയിൽ അവൻ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദിയിൽ അവൻ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അനാദികാലങ്ങൾക്ക് മുമ്പ് ആമസ്തോത്രം ദൈവം, ഇവിടെ ആമസ്തോത്രം ശൂന്യമായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് വന്ന ഉണ്ടാകട്ടെ എന്ന ഉച്ചാരണ ശബ്ദത്തെ സയൻസ് ലോകം വിളിക്കുന്നത് മഹാവിസ്ഫോടന സിദ്ധാന്തം എന്ന പേരിൽ അതിനെ വിളിക്കണം. ബിഗ് ബാം തിയറി എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും. ആ മഹാവിസ്ഫോടന സിദ്ധാന്തത്തിലൂടെ ആമസ്തോത്രം ജനത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനോട് ചേർന്ന് ഞാൻ പറയുകയാണ്, നമ്മുടെ ദൈവം, യഹോവയായ ദൈവം ഉണ്ടാകട്ടെ എന്ന ഉച്ചാരണം കൊണ്ട് ആമൻ സമുദ്രത്തെ ഉണ്ടാക്കി, ആകാശത്തെ ഉണ്ടാക്കി, ഈ ഭൂമിയെ ഉണ്ടാക്കി, ആമൻ ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവജാലങ്ങളെയും ഉണ്ടാക്കി. അങ്ങനെ 5 ദിവസം കൊണ്ട് അവൻ ശബ്ദം കൊണ്ട് ആമൻ ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടികർമ്മം നടത്തുവാനിടയായി. 5 ദിവസം കൊണ്ട് സൃഷ്ടികർമ്മം നടത്തിയ ദൈവം 6-ാം ദിവസത്തിലേക്ക് വന്നപ്പോൾ വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാം വാക്യം. നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. ആമേൻ. നാം നമ്മുടെ സാദൃശ്യത്തിൽ നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് ദൈവം പറഞ്ഞു. വായിച്ചാട്ടെ. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിന്മേലുള്ള പർവ്വജാതി മേലും മൃഗങ്ങളിൽ മേലും സർവഭൂമിയിന്മേലും ഭൂമിയിൽ വാഴുന്ന എല്ലാ
ഇഴജാതിയിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശം ജീവജാലങ്ങൾ പ്രപഞ്ചത്തിന്മേൽ വാഴുക എന്ന ലക്ഷ്യത്തോടുകൂടെ മനുഷ്യനെ ദൈവം സൃഷ്ടിപ്പാനിടയായി തീർന്നു. സൃഷ്ടികർമ്മത്തിൽ ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ സാദൃശ്യത്തിൽ നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞു. എത്രയോ അംഗീകരിക്കാവുന്ന തിയറിയാണ് അല്ലേ? ആമസ്തോത്രം. മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് വിവിധങ്ങളായ സിദ്ധാന്തങ്ങൾ ഇവിടെ നിലനിൽക്കുമ്പോൾ ഓരോ മനുഷ്യനെയും ഓരോ സമൂഹത്തെയും ഓരോ ജാതിയെയും വ്യത്യസ്തമായ തലങ്ങളിൽ സൃഷ്ടിച്ച് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പ്രയോറിറ്റികൾ എടുത്ത് ഓരോ അളവ് നിശ്ചയിച്ച് അവർക്ക് മീറ്റർ കണക്കിനോ അടിക്കണക്കിനോ സ്ഥലം നിശ്ചയിച്ച് ഇത്ര മാത്രമേ നീ എന്നോടടുക്കാവൂ, കാരണം ദൈവമാണെങ്കിലും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് മനുഷ്യനെങ്കിലും നിന്നെ സൃഷ്ടിച്ച ഭാഗം ഇവിടെയാണ്, നിന്റെ സൃഷ്ടിയുടെ ഭാഗം അത്രമാത്രമാണ്, അതുകൊണ്ട് നിനക്ക് അത്രമാത്രമേ എന്നോടടുക്കാൻ പറ്റത്തുള്ളെന്നും പറഞ്ഞ് മനുഷ്യന് ഓരോ അളവുകൾ നിശ്ചയിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകം പറയുന്നത് അങ്ങനെയല്ല, വിവിധ ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യനെ സൃഷ്ടിച്ചു എന്നല്ല. അപ്പോസ്തല പ്രവൃത്തി നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഭൂലോകത്തിലൊക്കെയും കുടിയിരിക്കേണ്ടതിന് അവൻ ഒരുവനിൽ നിന്ന് മാനവജാതിയെ മുഴുവനും ഉളവാക്കി. അർത്ഥാൽ മലയാളിയായ നാം ഓരോരുത്തരും അമസ്തോത്രം മംഗോളിയനും ആഫ്രിക്കക്കാരനും നീഗ്രോയും അമസ്തോത്രം അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലുള്ളവരും മറ്റ് സ്റ്റേറ്റുകളിൽ ഉള്ളവർ എല്ലാവരും ഉടലെടുത്തത് ഒരു മനുഷ്യനിൽ നിന്നാണെന്ന പ്രഖ്യാപനം ലോകത്തിന് നൽകിയത് വിശുദ്ധ വേദപുസ്തകമാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നാമെല്ലാം സഹോദരി സഹോദരന്മാരാണ്. ഈ സുവിശേഷത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ പ്രസംഗത്തിലൂടെ ഒരു കൂട്ടം ആളുകളെ യേശുക്രിസ്തുവിന്റെ മതത്തിലേക്ക് ചേർക്കുക എന്നുള്ളതല്ല. അതിനേക്കാൾ അപ്പുറം സുവിശേഷത്തിലൂടെ ഈ വായിച്ച വേദഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പോലെ നാമെല്ലാം ഒരപ്പന്റെയും ഒരമ്മയുടെയും മക്കളാണ്. പരസ്യയോഗത്തിൽ ഞങ്ങൾ അങ്ങനെ പറയാറുണ്ട്, ഒരച്ഛനമ്മയ്ക്ക് പിറന്ന മക്കൾ ഓർത്താൽ നാം ഒരൊറ്റ തറവാട്ടുകാർ നാം എന്ന് മലയാള കവി എഴുതിയത് ഇക്കാലഘട്ടത്തിലാണെങ്കിൽ ബൈബിൾ കാലങ്ങൾക്ക് മുമ്പേ എഴുതി നാമെല്ലാം ഒരപ്പന്റെയും ഒരമ്മയുടെയും മക്കളാണ് എന്നുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ അറിഞ്ഞ സത്യദൈവത്തെ നിങ്ങൾ അറിയണം. പ്രിയമുള്ളവരെ, സത്യദൈവത്തെ തിരിച്ചറിയണം. ഹല്ലേലൂയ. മനുഷ്യന്റെ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ ദൈവത്തിന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിക്ക എന്ന് പറഞ്ഞ് ദൈവം ഭൂമിയിൽ ഇറങ്ങി വന്ന് നിലത്തെ പൊടിയിൽ പണിയെടുത്ത് മനുഷ്യനെ സൃഷ്ടിപ്പാൻ ഇടയായി തീർന്നു. പ്രപഞ്ചം അവൻ്റെ വാക്കിൻ്റെ സൃഷ്ടിയാണെങ്കിൽ മനുഷ്യൻ അവൻ്റെ കരത്തിൻ്റെ സൃഷ്ടിയാണ്. അതാണ് മനുഷ്യൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. വാക്കിൻ്റെ സൃഷ്ടിയായി പ്രപഞ്ചം നിലകൊള്ളുമ്പോൾ മനുഷ്യൻ അവൻ്റെ കരത്തിൻ്റെ സൃഷ്ടിയാണ്. മാത്രമല്ല ദൈവത്തിൻ്റെ സാദൃശ്യവും ദൈവത്തിൻ്റെ സ്വരൂപവും നൽകപ്പെട്ട മനുഷ്യന് ദൈവം ഒരു അധികാരം കൊടുത്തു. അവൻ പ്രപഞ്ചത്തിന്മേൽ വാഴട്ടെ എന്ന് പറഞ്ഞു. അവൻ ആദമിനെ സൃഷ്ടിപ്പാനിടയായി തീർന്നു. ഞാൻ വിശദീകരണത്തിലേക്ക് കൂടുതൽ പോകാൻ താല്പര്യപ്പെടുന്നില്ല. അങ്ങനെ സൃഷ്ടിച്ച ദൈവം അവൻ ഏദൻ തോട്ടത്തിലാക്കി. വായിക്കാം 2:3 വാക്യം. താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവർത്തനായതുകൊണ്ട് നോക്കേ, അവിടെ പറഞ്ഞിരിക്കുന്ന പ്രത്യേകമായ ഒരു പദം, അവൻ താൻ സൃഷ്ടിച്ച് ഉണ്ടാക്കിയ. സൃഷ്ടിയുമുണ്ട്, ഉണ്ടാക്കപ്പെടലും നടന്നു. ഇത് രണ്ടും ഒരർത്ഥമല്ലേ എന്ന് ചിന്തിച്ചു നോക്കാം. പക്ഷേ അല്ല. സൃഷ്ടി എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയാണ്. മനുഷ്യനെ സൃഷ്ടിച്ചതല്ല, അവനെ ദൈവം ഉണ്ടാക്കിയതാണ്. ആ ഉണ്ടാക്കിയ മനുഷ്യനിൽ ആമസ്തോത്രം മറ്റെല്ലാത്തിനും വാക്കാൽ ഉരുവായപ്പോൾ തന്നെ അവയ്ക്ക് ജീവനുമുണ്ടായി. എന്നാൽ മനുഷ്യന് മാത്രം ദൈവം മണ്ണ് കൊണ്ടുണ്ടാക്കി പ്രതിമ അവിടെ കിടക്കുമ്പോൾ ദൈവം അവൻ്റെ മൂക്കിൽ ഊതിയപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അർത്ഥാൽ മനുഷ്യൻ്റെ ഉള്ളിൽ ദൈവം ഊതിയപ്പോഴാണ് അവൻ ജീവനുള്ള ദേഹിയായി തീരാനിടയായി തീർന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവാംശമായ ആത്മാവിൻ്റെയും കൂടെ സങ്കലനമാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അത് ക്രൈസ്തവൻ മാത്രമല്ല, ഈ ലോകത്തിൽ പിറന്നു വീണിട്ടുള്ള എല്ലാ മാനവകുലവും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ജീവാംശത്തിൻ്റെ ഭാഗമാണ്. അവൻ്റെ ഉള്ളിൽ ആത്മാവുണ്ട് എന്നുള്ളതായ യാഥാർത്ഥ്യം. മനുഷ്യൻ്റെ ഉള്ളിൽ ആത്മാവുണ്ട് എന്ന് എല്ലാ മതങ്ങളും പറയുന്നുണ്ട്, എല്ലാവരും അത് വിശ്വസിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ ഉള്ളിൽ ആത്മാവുള്ളത് കൊണ്ടല്ലേ നമ്മളിവിടെ കടന്നു വന്നിരിക്കുന്നത്. ഈ കൺവെൻഷൻ
ലൈസൻസിന്റെ നോട്ടീസ് ഇവിടെ ഒട്ടിക്കുകയും വാൾ പോസ്റ്റ് ഇവിടെ നിരത്തുകയും അതുപോലെ തന്നെ ഫ്ലെക്സുകൾ പലയിടങ്ങളിലും വെച്ചപ്പോൾ നമ്മുടെ ചാക്കോച്ചാനും തമ്പാച്ചാനും ഒക്കെ ഇതിലെ ആടിനെ തീറ്റാൻ പോയിട്ടുണ്ട്, ആടിനെ അഴിച്ചു വിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ നാൽക്കാലികളെ അഴിച്ചുവിട്ട് അവർ തീറ്റാനായിട്ട് ഇതുവരെ പോയിട്ടുണ്ട്. ആ മൃഗങ്ങളുമെല്ലാം ഈ ഫ്ലെക്സും ബാനറും അനൗൺസ്മെന്റും എല്ലാം കേട്ടതാണ്. പക്ഷേ ആ മൃഗങ്ങളൊന്നും ഇതിനകത്തേക്ക് കടന്നു വന്നില്ല. എന്നാൽ ആടിനെയും കൊണ്ടുപോയ ചാക്കോച്ചായൻ, ആടിനെയും കൊണ്ടുപോയ മത്തായിച്ചാൻ എന്തുകൊണ്ട് ഇതിനകത്തേക്ക് കടന്നു വന്ന് ചോദിച്ചാൽ മൃഗത്തിന് ആവശ്യമില്ലാത്ത എന്തോ ഒന്ന് മനുഷ്യനുണ്ട്, അതിനെക്കുറിച്ച് കേൾക്കാനാണ് ഈ മനുഷ്യൻ ഇതിനകത്ത് കടന്നു വരുവാനിടയായി തീർന്നത്. ആ മൃഗത്തിന് ആവശ്യമില്ലാത്തതും മനുഷ്യന് ആവശ്യമുള്ളതുമായ ഒന്നാണ് ദൈവികമായ ചിന്തയെന്ന് പറയുന്നത്, ദൈവമെന്ന ചിന്തയെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മനുഷ്യൻ അമ്പലങ്ങൾ തേടുന്നത്, പള്ളികൾ തേടുന്നത്, മോസ്കുകൾ തേടുന്നത്, ആരാധനാലയങ്ങൾ തേടുന്നത്. അതുകൊണ്ടാണ് മദ്യപിച്ചും അധോമത്തനായി പോകുന്ന മനുഷ്യനും കുരിശടി കാണുമ്പോൾ അറിയാതെ ഒന്ന് വണങ്ങിപ്പോകുന്നത് അവൻ്റെ ഉള്ളിൽ ദൈവാംശമുള്ളത് കൊണ്ടാണ്. ഇങ്ങനെ ദൈവാംശമുള്ള മനുഷ്യന് ദൈവം കൽപ്പനകളെ കൊടുക്കുവാനിടയായി തീർന്നു. കേൾക്കണം എൻ്റെ മാന്യ ശ്രോതാക്കൾ, ചുറ്റുപാടുമുള്ള എൻ്റെ മാന്യ ശ്രോതാക്കൾ കേൾക്കണം. ഞാൻ പുറത്തുള്ളവർക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞല്ലോ കൂടുതലും സംസാരിക്കുന്നത്. അതുകൊണ്ട് ദൈവം അവൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ കൊടുത്ത് അവനെ ജീവനുള്ള ദേഹിയാക്കി തീർത്തു. ജീവനുള്ള ദേഹിയായി ദൈവത്തിൻ്റെ മുന്നിൽ നിന്നു കഴിഞ്ഞപ്പോൾ ദൈവം അവന് കൽപ്പനകളെ കൊടുത്തു. അവന് ജീവിക്കുവാനുള്ള ചുറ്റുപാടുകളെല്ലാം ക്രമീകരിച്ചിട്ട് പറഞ്ഞു, നോക്കേ, ഈ സസ്യങ്ങൾ മുഴുവനും നിനക്ക് വേണ്ടിയാണ് നിർമ്മിച്ചത്, ഇതിനെ നിനക്ക് ഭക്ഷിക്കാം. ഈ മൃഗങ്ങളെ മുഴുവനും നിനക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചത്, അതുകൊണ്ട് നിനക്കിതിനെ ഭക്ഷിക്കാം. ഇവയുടെ മേൽ നിനക്ക് വാണരുളാമെന്ന് പറഞ്ഞു. അർത്ഥാൽ മനുഷ്യന് വേണ്ടുന്നത് എല്ലാം സൃഷ്ടിച്ചിട്ടാണ് മനുഷ്യനെ ദൈവം ഉണ്ടാക്കുവാൻ, ക്രിയേറ്റ് ചെയ്യാൻ ഇടയായത്. അങ്ങനെയെങ്കിൽ ഒരാത്മീയ ദൂത് ഞാൻ ദൈവജനത്തിന് കൈമാറാം. നാളുകളെ ഓർത്ത് ഭാരപ്പെടുന്നവരായി ആരെങ്കിലും ഇവിടെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാം. പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ നാളെ ഓർത്ത് ഭാരപ്പെടേണ്ടുന്ന ഒരു കാര്യവുമില്ല. മനുഷ്യന് വേണ്ടുന്നതെല്ലാം സൃഷ്ടിച്ചിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതെങ്കിൽ നമുക്ക് വേണ്ടുന്നതെല്ലാം അവൻ കരുതി വെച്ചിട്ടുണ്ട്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഒന്നിനും കുറവില്ല. അവൻ സ്തോത്രം, അവൻ സർവസമ്പന്നനാണ്. അവൻ ദരിദ്രനായ ഒരു ദൈവത്തെ അല്ല നാം സേവിക്കുന്നത്, പിന്നെയോ സർവസമ്പന്നനായ ഒരു ദൈവത്തെ നാം സേവിക്കുന്നത് കൊണ്ട് ഇന്നലകളിൽ ഇന്ന് നാളുകളെ ഓർത്ത് ഭാരപ്പെടേണ്ടുന്ന കാര്യമില്ല. ഭയത്തോടെ യഹോവയെ സേവിക്കുക, വിറയലോടെ ഘോഷിച്ചുല്ലസിക്കുക. ഇവ നാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വേണ്ടുന്നത് അതാത് സമയത്ത് ദൈവം തരുവാനിടയായി തീരും. ഇത് പുസ്തകത്തിൽ നിന്ന് പഠിച്ച, സെമിനാരിയിൽ നിന്ന് പഠിച്ച ഒരു പ്രഭാഷണമല്ല ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെയോ ആമസ്തോത്രം ജീവിത അനുഭവങ്ങളിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ യേശുക്രിസ്തുവിനെ ഇവിടെ ഉയർത്തുന്നത്. പിന്നാലെ ഞാനത് പറയുവാൻ ഇടയായി തീരും. മടങ്ങി വരട്ടെ. അങ്ങനെ ദൈവം ആദമിനെ സൃഷ്ടിച്ച് ഏദനിൽ ആക്കിയിട്ട് ദൈവം അവന് കൽപ്പന കൊടുത്തു. നമുക്കറിയാം, തോട്ടത്തിലെ സകല വൃക്ഷത്തിൻ്റെയും ഫലം നിനക്ക് തിന്നാം, എന്നാൽ എന്ത് ചെയ്യരുത്, നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത് എന്ന് ദൈവം പറഞ്ഞു. ഈ നമ്മളോട് അരുത് എന്ന് പറയുന്നത് ചെയ്യാനാണ് നമുക്ക് ആവേശം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നൊരു കാര്യമുണ്ട്. ബാല്യകാലത്തിലെ പല കാര്യങ്ങളും എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ചെയ്തൊരു തെറ്റെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞങ്ങളന്നൊരു ചെറ്റക്കുടിലാണ് താമസിച്ചിരുന്നുണ്ട്, കുന്നത്തൂർ തുരുത്തിക്കരയിൽ. ആമസ്തോത്രം ഒരു ചെറ്റക്കുടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ആ താമസിച്ച സമയത്ത് എൻ്റെ മാതാവും പിതാവും തൊട്ട് വസ്തുവിൻ്റെ താഴെ അടുത്ത് അവിടെ ആ തോടുണ്ട്. ആ വസ്തുവിനോട് ചേർന്ന് തോടിഞ്ഞൊഴുകി പോകുക. രാത്രിയിൽ അവർ തുണി കഴുകുവാനോ കുളിക്കുവാനോ അങ്ങോട്ട് പോയപ്പോൾ എന്നോട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ അനിയന്മാരെനിക്ക് 2 പേര്, അപ്പോൾ അവരെ നോക്കിക്കൊണ്ട് നീ ഇവിടെ ഇരിക്കണം, ഞങ്ങൾ വരുവോളം ഇവിടെ ഇരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അടപ്പ് പൂട്ടിയിരിക്കുന്നത് താഴെയാണ്. എനിക്കതൊന്നും പറയുവാൻ സങ്കോചമില്ല. തറയിൽ അടപ്പ് പൂട്ടി പാചകം ചെയ്ത് അമ്മച്ചിമാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അവർക്ക് കാര്യം അറിയാം. അങ്ങനെ അടപ്പ് താഴെ പൂട്ടിയിരിക്കുമ്പോൾ എന്തോ സാധനം വാങ്ങിച്ചു കൊണ്ടുവന്ന ഒരു ന്യൂസ് പേപ്പർ ആ അടപ്പിനകത്ത് കിടപ്പുണ്ട്. ഞാനത് ശ്രദ്ധിച്ചിട്ടേ ഇല്ല. എന്നാൽ അങ്ങോട്ട് പോകാൻ നേരം എൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെ ഹൃദയത്തിലൊരു ചിന്ത, അടുത്ത് തീപ്പെട്ടി ഇരിപ്പുണ്ട്. ഞാൻ അതുവരെയും തീപ്പെട്ടിയിട്ട് തുറച്ചു നോക്കിയിട്ടില്ല. എനിക്ക് ആ തീ കത്തുന്ന സൗണ്ട് തന്നെ പേടിയാണ്. ആ മാച്ച് ബോക്സിനകത്ത്, ആ സ്റ്റിക്കിനകത്തുള്ള ആ മരുന്നിങ്ങനെ കത്തി വരുന്ന ആ ചെറിയ സൗണ്ട് ഉണ്ടല്ലോ, അതെനിക്ക് പേടിയാണ്. അതുകൊണ്ട് തീപ്പെട്ടി കത്തിക്കുമ്പോൾ പോലും ഞാൻ അടുത്ത് നിൽക്കാറില്ല. എനിക്കത് ഭയമാണ്. എന്നാൽ എൻ്റെ മാതാവ് എന്നോട് പറഞ്ഞു, മോനെ, പേപ്പർ അടപ്പേ കിടപ്പുണ്ട്, തീപ്പെട്ടി തോണ്ട് അവിടെ ഇരിപ്പുണ്ട്, നീ അത് തുടരുത്, അത് കത്തിക്കരുതെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോഴേ ഞാനിത് രണ്ടും ശ്രദ്ധിക്കുന്നത് പോലും. ഞാൻ അവരങ്ങോട്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിനകത്തൊരു ചിന്ത, ഈ പേപ്പറിന് തീ കൊടുത്താൽ
എന്തായിരിക്കും? തൊട്ടപ്പുറത്താണ് ഓലമടഞ്ഞ് ചെറ്റപ്പുരിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയല്ലേ. ഈ പേപ്പറിന് തീ പിടിച്ചാൽ ഒരു പക്ഷെങ്കിൽ വീടിന് തീ പിടിക്കാൻ സാധ്യതയുണ്ട്. ഞാനിതൊന്നും ചിന്തിക്കുന്നില്ല. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് എൻ്റെ മാതാവും പിതാവും പറഞ്ഞത്, മോനെ അത് ചെയ്യരുതെന്ന് പറഞ്ഞു. പക്ഷേ അരുത് എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരാവേശം, അതൊന്ന് ചെയ്തു നോക്കാം. ഇതല്ലേ നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്നത്. പേടിയാണെങ്കിലും അറിയാതെ ഞാനൊന്ന് ഒരച്ചപ്പോൾ കമ്പ് പേപ്പറിൻ്റെ മണ്ടയിലോട്ടും പോയി, ഞാൻ പുറകോട്ടും അങ്ങ് വീണു. പക്ഷേ തീക്കമ്പ് കത്തി പേപ്പറും അങ്ങ് കത്താനിടയായി തീർന്നു. അപ്പോൾ ഇത് കണ്ടിട്ട്, തീ ഹാളിക്കത്തുന്നത് കണ്ടിട്ട് അവർ ഓടി വന്നിട്ട് ചോദിച്ചു, ചെയ്യരുതെന്ന് പറഞ്ഞത് നീ ചെയ്തോ എന്ന് പറഞ്ഞ് എനിക്കൊരു ചെറിയ ശിക്ഷയും തന്നു, അകത്തേക്ക് വിടുവാനിടയായി തീർന്നു. അമ്മ എന്നെ ശിക്ഷിച്ച അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ എന്നറിയത്തില്ല, പക്ഷേ ഏറ്റെടുത്ത് എനിക്കതിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം, അരുതേ എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ മനുഷ്യനൊരാവേശമാണ്. അപ്പോൾ തോട്ടത്തിൽ നിൽക്കുന്ന നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്ന് പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ എന്ത് ചെയ്തു? വിലക്ക് ലംഘിച്ചു, അത് തിന്നുവാൻ ഇടയായി തീർന്നു. വായിക്കാം 3-ാം അധ്യായം 6-ാമത്തെ വാക്യം. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന സ്ത്രീ കണ്ടു. ഫലം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു. ഫലം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു. അവനും തിന്നു. മനുഷ്യൻ ഒരു കുടുംബം മാത്രം ഭൂമിയിൽ, അവർക്ക് സ്വന്തമായി ജീവിക്കുവാനുള്ള എല്ലാ വിശാലതകളും അവർക്കവിടെയുണ്ട്. ആദിമ മനുഷ്യനായിരിക്കുന്ന നമ്മുടെ എല്ലാം വല്യപ്പനും വല്യമ്മയായിരിക്കുന്ന ആദമും ഹവ്വയും, അവർ ഈ തോട്ടത്തിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്ന് പറഞ്ഞപ്പോൾ അത് തിന്നാൽ എന്താണ് എന്ന ചിന്തയിലിരിക്കുമ്പോഴാണ് വഞ്ചകനായിരിക്കുന്ന പിശാച് അവരുടെ അടുക്കലേക്ക് കടന്നു വന്ന് സ്വാധീനിച്ച് ആ പഴം അവരെ കൊണ്ട് തിന്നുവാൻ, തീറ്റിക്കുവാൻ ഇടയായി തീർന്നു. ആ ഫലം പറിച്ചു, അവർ ഭക്ഷിച്ചു കഴിഞ്ഞപ്പോഴാണ് ആദാം വരുന്നത്. ഭാര്യ ആദാമിനും കൊടുത്തു. നല്ലതാണ്, നമ്മളെപ്പോലെയുള്ള അമ്മാമ്മമാരല്ല, നമ്മുടെ അമ്മാമ്മമാരെക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ്. ആമേശ്വത്രം അപ്പച്ചനോട് എന്ത് ചെയ്തു? അത് ബാധി വെച്ച് കൊടുക്കാനിടയായി. അന്ന് തുടങ്ങിയതാണെന്ന് തോന്നി ഈ അമ്മാമ്മമാർ. ഇപ്പോൾ ഉള്ള അമ്മാമ്മമാർ അമ്മച്ചിമാരത് ചെയ്യുന്നില്ല. ഈ അത്താഴം കഴിഞ്ഞിട്ടേ, അത്ര നാടൻ ഉദാഹരണങ്ങളാണ് ഞാനീ പറയുന്നത്. കാരണം ഒത്തിരി വർഷങ്ങൾ ഈ കൈപിടിച്ച് നടന്നതുകൊണ്ട് ആ ഒരു ചിന്തകളൊക്കെയാണ് മനസ്സിൽ കിടക്കുന്നത്. അപ്പോൾ നാടൻ സാധാരണയുള്ള ഉദാഹരണങ്ങളൊക്കെയാണ് വരുന്നത്. ഞാനങ്ങ് അമേരിക്കയിൽ നടന്നതും ചൈനയിൽ നടന്നതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നാടനായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് മുന്നോട്ട് പോകുകയാണ്. ഈ അമ്മച്ചിമാരും അപ്പച്ചന്മാരൊക്കെ കഴിച്ചു കഴിയുമ്പോൾ ഒരല്പം എന്ത് ചെയ്യും? വച്ചേക്കും. നിങ്ങളാരും മിണ്ടുന്നില്ല, നിങ്ങൾ ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. ചെയ്യാത്തതുകൊണ്ടായിരിക്കും. വയറ് നിറഞ്ഞിട്ട് വേണ്ടാതെ മാറ്റി വയ്ക്കുന്നതല്ല, അച്ചാന് കൊടുക്കാനായിട്ട് ആ സ്നേഹത്തിൻ്റെ ആഴം. ഇതെവിടെ തുടങ്ങിയതാണെന്നറിയാമോ? ഏദനിൽ അമ്മച്ചി കടിച്ചു, പാതി വെച്ചിരുന്നു. അച്ചായനും വന്നപ്പോൾ എന്ത് ചെയ്തു? കൊടുത്തു. അത് കഴിച്ചു. എന്നാ ഇതെവിടുന്നാടി? ഏത് പഴമാടി? വിലക്കപ്പെട്ടത് നീ പറിച്ചോ? ഇത് സാധാരണ എല്ലാ സന്ധിക്കും നമ്മൾ കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് അല്ലല്ലോ എന്ന് പോലും ചോദിക്കാതെ ഈ അച്ചായം വാങ്ങിച്ചങ്ങ് എന്ത് ചെയ്തു? കഴിച്ചു. പല അച്ചായന്മാരും ഇങ്ങനെ സ്തോത്രം എവിടുന്ന് കിട്ടിയാലും എല്ലാ ഭോജ്യവും സ്തോത്രത്തോടെ ഭക്ഷിക്കണമെന്ന് ദൈവജനത്തിലുണ്ടെന്നും പറഞ്ഞ് വാരി അങ്ങ് ഭക്ഷിക്കും. നിയമം ലംഘിക്കുന്നതാണോ, വിലക്കപ്പെട്ടതാണോ, ഇനി പോലീസ് ഇതിൻ്റെ പുറകെ തേടി വരുമോ എന്നൊന്നും ചിന്തയില്ല. പല കുഞ്ഞുങ്ങളും ഇങ്ങനെ പോയിട്ട് മടങ്ങി വരുമ്പോൾ അമ്മയ്ക്ക് സ്തോത്രം ആഭരണങ്ങളും വാങ്ങി, വീട്ടിലേക്ക് പല സാധനങ്ങളും വാങ്ങി, അവനൊരു മൊബൈലും വാങ്ങിക്കൊണ്ടൊക്കെ വരുമ്പോൾ മാതാപിതാക്കൾ ചിന്തിക്കുന്നത് ഇവൻ ഏതോ നല്ല കാര്യം ചെയ്ത്, നല്ല ജോലി ചെയ്തിട്ട് നല്ല പിടുക്ക ശമ്പളം അവന് കിട്ടി, അതുകൊണ്ടാണ് ഇവൻ ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് മോനെ നാളെയും ഈ പണിക്ക് തന്നെ നീ പോണമേ എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിടും. ഇങ്ങനെ പറഞ്ഞു വിട്ട് കഴിയുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോഴോ മണിക്കൂറുകൾ കഴിയുമ്പോഴോ ആണ് ശാസ്താംകോട്ടയിൽ നിന്ന് ലൈറ്റ് ഇട്ടുകൊണ്ട് വണ്ടി വരുന്നത്. വണ്ടി വീട്ടിൽ വന്നു കഴിഞ്ഞ് സഹോദരൻ അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് എവിടുന്നാണ് എന്ന ചിന്ത അന്നരമാണ് ഉണ്ടാകുന്നത്. പ്രിയമുള്ളവരെ, സ്തോത്രം നമുക്ക് ജീവിക്കാൻ നന്മ ആവശ്യമാണ്, അനുഗ്രഹം ആവശ്യമാണ്. ജീവിക്കണമെങ്കിൽ സമ്പത്തുണ്ടേ പറ്റത്തുള്ളൂ. എന്നാൽ ലഭിക്കുന്ന നന്മയ്ക്കകത്ത് മറ്റൊരുവന്റെ കണ്ണീര് കിടക്കാൻ പാടില്ല. ദൈവവചനം ലംഘിച്ചുള്ള ഒരു നന്മയും നമുക്ക് ശാശ്വതമാകത്തില്ല. ഇന്നല്ലെങ്കിൽ അത് നാളെ മറനീങ്ങി പുറത്തു വരുവാനിടയായി തീരും. വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനകത്തുള്ളതിനെ പോലും പലതിനെയും പിടിച്ചുകൊണ്ടിരിക്കുക. എന്താണെന്ന് ചോദിച്ചാൽ ദൈവം തന്നു എന്ന് പറഞ്ഞ് സ്തോത്രം പാടി പോക്കറ്റിലിട്ടുകൊണ്ട് പോരുന്നു. വീട്ടിലുള്ളവരും ചോദിച്ചില്ല, മോനെ ഇത് എവിടുന്നാണ്, മക്കളെ ഇത് എവിടുന്നാണ്, അച്ചായ ഇത് എവിടുന്ന് കിട്ടിയതാ, ഏത് ജോലി ചെയ്തപ്പോഴാണ് ഇതൊക്കെ കിട്ടിയത് എന്നൊന്നും ചോദിക്കാതെ സ്തോത്രം എല്ലാവരോടും ഒരുമിച്ച് ഭക്ഷിച്ചു. പോലീസ് വണ്ടി കൊണ്ടുവന്ന് നിർത്തിയപ്പം ചെറുക്കനെ പിടിച്ചപ്പോഴാണ് ചെറുക്കൻ പറയുന്നത്, അമ്മയുടെ കഴുത്തെ കിടക്കുന്ന മാലയെ ഞാൻ അങ്ങനെ കൊണ്ടു കൊടുത്തതാ, അമ്മയും പോകണ്ടേ?
അതുകൊണ്ട് പ്രിയമുള്ളവരെ, അർഹമല്ലാത്തതൊന്നും നമ്മുടെ കരത്തിൽ വരാൻ പാടില്ല. ഞാൻ മടങ്ങി വരികയാ. അപ്പോൾ നിയമം ലംഘിക്കാനിടയായി തീർന്നു. ദൈവം വന്ന് ചോദ്യം ചെയ്തു, മോനെ, വിലക്കപ്പെട്ടത് നീ ഭക്ഷിച്ചോ? എന്നാ ഭക്ഷിച്ചു കർത്താവേ എന്നല്ല പറയുന്നത്. നീ എനിക്ക് കൂട്ടായി തന്ന സ്ത്രീ എന്നെ വഞ്ചിച്ചു. അന്ന് തുടങ്ങിയത് ആണ് ഈ പഴിചാരൽ. നമ്മളൊരു തെറ്റ് നമ്മൾ ഏറ്റെടുക്കത്തില്ല, മറ്റുള്ളവരെ അവൻ പഴിചാരും, അവരുടെ മേല് നമ്മുടെ കുറ്റവും കൂടെ ചാർത്തും. സ്ത്രീയോട് ചോദിച്ചു, സ്ത്രീയല്ലേ മിടുക്കി, ആമൻ സ്തോത്രം. അമ്മച്ചി പറഞ്ഞു, അവൻ പാമ്പെന്നെ പറ്റിച്ചെന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ കറക്കി തിരിച്ച് കുറ്റം ആരുടെ മേല് കൊണ്ടുവന്നു? പിശാചിൻ്റെ മേലും അല്ല അമ്മച്ചി, ദൈവത്തിൻ്റെ മേലിൽ കൊണ്ടുവന്നു. കാരണം പറഞ്ഞു വരുന്നത് മൊത്തം അങ്ങനല്ലേ, നീ എനിക്ക് കൂട്ടായി തന്ന ഭാര്യ എന്നെ നീ എനിക്ക് തന്ന ഭാര്യ. അപ്പം അവിടെ ഭാര്യയോട് ചോദിച്ചവൻ പറഞ്ഞു, ഞാനൊന്നും അറിഞ്ഞില്ല. ഇത് പറയുമ്പോൾ ഞാനില്ലായിരുന്നല്ലോ. ശരിയല്ലേ, വചനം വായിക്കുമ്പോൾ അങ്ങനെ. തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം കഴിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ആദാമിന് ഹൗവയെ കിട്ടിയിട്ടില്ല. വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. ആദാമിന് ഹൗവയെ കിട്ടിയിട്ടില്ല. അപ്പോൾ പാമ്പെന്നെ പറ്റിച്ചു എന്ന് പറഞ്ഞു. ദൈവത്തിനറിയാം ഇവർ കുറ്റസമ്മതം നടത്തത്തില്ലെന്ന്. ഒരു കാര്യം തിരുവചനം പറയുന്നു, ലംഘനം മറച്ചു വെച്ചാൽ ശുഭം വരികയില്ല. ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ചാൽ കരുണ ലഭിക്കും. കരുണയുടെ ബഹുത്വം ലംഘനങ്ങളെ മറയ്ക്കുവാനിടയായി തീരും. അവൻ കർത്താവെ, ഞാൻ ലംഘിച്ചു പോയി, ഞാൻ ചെയ്തു പോയി. അവൻ തിരുവചനത്തിന് അനുശാസമല്ലാത്തത് ഞാൻ ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ അവൻ കരുണാനിധിയായ ദൈവം, 770 വട്ടം ക്ഷമിക്കണമെന്ന് പറഞ്ഞ ദൈവം നമ്മുടെ പാപക്കറകളെ അവൻ ക്ഷമിക്കാനിടയായി തീരും. കാരണം ഇത് കൃപായുഗമാണ്, ഇത് കരുണയുടെ യുഗമാണ്. ഏത് പാപിക്കും മാനസാന്തരപ്പെട്ട് അവൻ്റെ ആത്മാവിന് നിത്യത കരഗതമാക്കുവാൻ ദൈവം സുവർണ അവസരം നൽകിയിരിക്കുന്നത് കൊണ്ട് പഴിചാരി ദൈവത്തിൽ നിന്നും അകന്നു പോകാതെ, എൻ്റെ മാന്യ ശ്രോതാവേ, നിങ്ങൾ പ്രസംഗിക്കുന്നതെല്ലാം ശരിയാണ്, നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണ്, പക്ഷേ എനിക്കത് പറ്റത്തില്ല എന്ന് പല ഒഴിവ് കഴിവുകൾ പറഞ്ഞുകൊണ്ട് ദൈവത്തിൽ നിന്നും മാറി നിൽക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, മാന്യ ശ്രോതാവേ, നിന്റെ ഒഴിവ് കഴിവുകൾ ദൈവസന്നിധിയിൽ വിലപ്പോകില്ല. അങ്ങനെ വിലപ്പോകുമായിരുന്നെങ്കിൽ ആദമിനും ഹൗവയ്ക്കും ദൈവം ഒരു ചാൻസ് കൂടെ കൊടുത്തേനെ, ഇല്ലേ? ആദമിനും ഹൗവയ്ക്കും ഒരു ചാൻസ് കൂടെ കൊടുത്തേനെ. പക്ഷേ ആദമിനും ഹൗവയ്ക്കും ഒരു ചാൻസ് കൂടെ കൊടുത്തില്ല. അവനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ഒരു ഫലം ഭക്ഷിച്ചതിന് തോട്ടത്തിൽ നിന്ന് പുറത്താക്കുക. ഇവിടെയും നിങ്ങൾ ഒരുമാതിരി കേട്ടിട്ടുള്ള ഒരു അനുഭവം, ഉദാഹരണം ഞാൻ പറയാം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. കേട്ടവർ ആമേൻ സ്തോത്രം പറയരുത്, ഇത് ഞങ്ങൾ കേട്ടിട്ടുള്ളതാണ്. കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കേൾക്കട്ടെ. നമ്മുടെ ഈ ചുറ്റുപാടുകളിൽ എവിടെങ്കിലും, നമ്മുടെ കണ്ണെത്താ ദൂരത്ത് ഇവിടെ നിന്നുകൊണ്ട് ഞാൻ നോക്കിയാലുള്ള പറമ്പിൽ എവിടെങ്കിലും ഒരു അതിർത്തി തർക്കമുണ്ടായിരുന്നിരിക്കട്ടെ. ഒരു കുടുംബത്തിൽപ്പെട്ട ചേട്ടനും അനിയനുമാ. ഇത് എൻ്റേതല്ല, എൻ്റെ പിതാവിൻ്റെ പ്രസംഗത്തിൽ നിന്ന് ഞാൻ കേട്ടിട്ടുള്ളതാ കാരണമാണ്. അതിർത്തി തർക്കമുണ്ടായിട്ട് ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്ന സഹോദരങ്ങളാണ്. പക്ഷേ വിഭാജനം നടക്കുമ്പോൾ അതൊന്നും നമ്മൾ ഓർക്കാറില്ലല്ലേ. അവിടെ വരുമ്പോൾ തനി നിറം നമുക്ക് വെളിപ്പെടും. അപ്പോൾ ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്ന സഹോദരങ്ങളാണെന്നിരിക്കട്ടെ, അതിർത്തി തർക്കമുണ്ടായി. ഒരുവൻ കല്ല് രാത്രിയിൽ ഊരിമാറ്റി. രാവിലെ ചെന്ന് നോക്കിയപ്പോഴാണ് അതിർത്തിയുടെ കല്ല് സ്ഥാനം മാറി കിടക്കുന്നു. ചേട്ടനും അനിയനൂടെ തമ്മിൽ സംസാരമായി. നടന്നു പോകുന്നവരവരെല്ലാം അവിടെ നിന്നു. എന്താണ് ചേട്ടനും അനിയനൂടെ സംസാരം? ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത് അതിർത്തിയുടെ കല്ല് മാറ്റിയിട്ടു. സംസാരം മൂത്ത് വന്ന് പ്രശ്നമായി. പോലീസിൽ പരാതി കൊടുത്തു. സ്റ്റേഷനിൽ നിന്ന് അത് കോടതിയിലേക്ക് പോകുവാനിടയായി. കോടതിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ കൊണ്ടും തീരുന്നില്ല. ഒരു കാര്യം ചെയ്യാം, ഇതിനൊരു തീർപ്പ് കൽപ്പിക്കാം. അതിന് റീസർവേയുടെ അളവ് വെച്ചു. റീസർവേയുടെ അളവുകാർ വന്നു. അങ്ങേയറ്റവും ഇങ്ങേയറ്റവും അവരതിൻ്റെ സ്കെച്ചും പ്ലാനും വില്ലേജിൽ നിന്ന് തന്നെ കൊണ്ടുവന്നിട്ട് അവർക്കറിയാം. എവിടെ ഊരി മാറ്റിയാലും അവർക്കറിയാം. നമ്മൾ വിചാരിക്കുന്നത് അവിടെ കുറച്ച് മണ്ണും വാരിയിട്ട് കുറച്ച് പോച്ചങ്ങടൊക്കെ കിളിച്ച് കഴിഞ്ഞാൽ പിന്നെ ആരും അറിയത്തില്ലെന്നാ. ഇതൊന്നുമല്ല, അവരുടെ കയ്യിൽ അതിൻ്റെ സ്കെച്ചും പ്ലാനും എല്ലാം ഇരിപ്പുണ്ട്. അവർ വന്ന് നോക്കുമ്പോൾ ആര് മാറ്റിയിട്ടു എന്നുള്ളത് അവിടെ നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ആരും അറിയാത്തവനെ പോലെ പാപത്തെ പോലെ കൈയടിച്ചുകൊണ്ടൊക്കെ ഇരുന്നാലും ഇതിൻ്റെ പേപ്പർ കയ്യിലുള്ളവൻ അറിയാം ഇവൻ ഈ കൈയടിക്കുന്നെങ്കിലും ഇവൻ നിയമം ലംഘിച്ചിട്ട് വന്നാൽ കൈയടിക്കുന്നെന്നുള്ളത്. അപ്പോൾ അദ്ദേഹം ആ സ്കെച്ചുമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ആ സ്കെച്ചിൻ പ്രകാരം അല്ല ഈ കല്ലിവിടെ കിടക്കുന്നതെങ്കിൽ അദ്ദേഹം ആ കല്ലെടുത്ത് പഴയ സ്ഥാനത്തേക്ക് വച്ചിട്ട് പറയും, കാര്യമെല്ലാം ഏകദേശം നേരെയായിട്ടുണ്ട്, അധികാരമുള്ളവനാണ് പറയുന്നത്. അതുകൊണ്ട് ആമസ്തോത്രം പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇനി പ്രശ്നമുണ്ടാക്കരുത് എന്ന് പറഞ്ഞിട്ട് നാളെ തന്നെ അതിരുകോരണമെന്ന് പറഞ്ഞ് അതിരുകോരാൻ വേണ്ടി കയറ് പിടിച്ച് കെട്ടും. ഇല്ലേ,
കയറ് പിടിച്ച് കെട്ടും. കയറ് പിടിച്ച് കെട്ടിക്കഴിഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് ഒരാൾക്കൊരു വെപ്രാളം തോന്നി. അദ്ദേഹം വീണ്ടും വന്ന് ആ കയർ അറുത്ത് കളഞ്ഞു. പിന്നെയും കോടതിയിൽ കോളി ചെന്നു, അതാ കയർ അറുത്ത് കളഞ്ഞു. പോലീസ് നേരത്തെ വന്നതുപോലെയല്ല വരുന്നത്. നമ്മളൊക്കെ പറയുന്നത് പോലെ ഇടിവണ്ടിയിലാണ് പിന്നെ വരുന്നത്. വലിയ വണ്ടിയിൽ പോലീസ് സന്നാഹങ്ങളുമായിട്ട് വരുന്നു. വലിയ ബഹളമാകുന്ന ആ വണ്ടി ഇങ്ങോട്ട് വരുമ്പോഴേ പുറകെ നാട്ടുകാർ വരുന്നു, ഓടുന്നു. ആരാണ് അറത്തത് അവനെ പിടിക്കുന്നു, അവിടെ വെച്ച് ഇടിക്കുന്നു, നടയടിയും കൊടുത്ത് അവനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുക. പിന്നെ വിസ്താരമായി ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു അമ്മച്ചി ചോദിക്കുക, എന്താ ഇത്രയും വലിയ പ്രശ്നം? അതെന്താണെന്നറിയാമോ? ഇവർ ചേട്ടനും അനിയനുമാണ്, പക്ഷേ അതിര് നിശ്ചയിക്കാൻ വേണ്ടി വെച്ചിരുന്ന കയററുത്ത് മാറ്റി എന്ന് പറഞ്ഞു. ഇത്രയും കാരണത്താലാണോ ആ കുഞ്ഞിനെ ഇട്ട് ഈ പങ്കപ്പാടെല്ലാം ചെയ്യുന്നത്? എത്ര അടിയാണ് അവൻ്റെ ദേഹത്ത് കൊടുത്തത്? അതുകൊണ്ട് എൻ്റെ പ്രിയരെ, ഒരു കാര്യം ചെയ്, ഒരു കയറല്ലേ അറത്തുള്ളൂ. ഞാൻ അപ്പുറത്തെ മണിയൻ്റെ കടയിൽ നിന്ന് ഒരു 10 പിടി കയറ് വാങ്ങിച്ചു തരാം, അവനെ അങ്ങ് വെറുതെ വിട്ടേ എന്ന് പറഞ്ഞാൽ 10 പിടി കയറല്ല വിഷയം, അവിടെ നിയമം ലംഘിച്ചു എന്നുള്ളതാണ് വിഷയം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അവൻ കൽപ്പനാലംഘനമാണ് വിഷയം. കൽപ്പനാലംഘനം നടത്തിയപ്പോൾ അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ദൈവം അവരായിരുന്ന എല്ലാ അവരുടെ മഹിമയിൽ നിന്നും അവരെ പുറത്താക്കുവാനിടയായി തീർന്നു. അങ്ങനെ ദൈവത്തെക്കാൾ, സങ്കീർത്തനക്കാരൻ 8 പറയുന്നു, ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിക്കപ്പെട്ട മനുഷ്യൻ കൽപ്പനാ ലംഘനം നടത്തിയപ്പോൾ തേജസ് അവന് നഷ്ടമായി, അവന് ബഹുമാനവും നഷ്ടമായി. പിന്നെ കൽപ്പനാ ലംഘനം നടത്തിയ മനുഷ്യന് ബൈബിൾ കൊടുത്തിരിക്കുന്ന ഒരു പേരുണ്ട്, അതൊന്ന് വായിക്കാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 96-ന്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 92-ന്റെ 6-ാമത്തെ വാക്യം. 92-ാം സങ്കീർത്തനം 6-ാമത്തെ വാക്യം. മൃഗപ്രായനായ മനുഷ്യൻ അത് അറിയുന്നില്ല. മൃഗപ്രായനായ മനുഷ്യൻ, നാം നമ്മുടെ സാദൃശ്യത്തിൽ നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞ അവൻ ദൈവം അങ്ങനെ മനുഷ്യനെ സൃഷ്ടിച്ച് അവന് തേജസ്സും ബഹുമാനവും കൊടുത്തു കഴിഞ്ഞു. ആ തേജസ്സും ബഹുമാനത്തിലും ഇരുന്ന മനുഷ്യൻ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചു കഴിഞ്ഞപ്പോൾ ആരായി മാറാനിടയായി തീർന്നു? മൃഗപ്രായനായ മനുഷ്യൻ ആകുവാനിടയായി. മൃഗപ്രായനായ മനുഷ്യൻ ആകുവാനിടയായി. എവിടെ? ദൈവത്തിൻ്റെ കൽപ്പന അവൻ ലംഘിച്ചു കഴിഞ്ഞപ്പോൾ. അതെ പ്രിയമുള്ളവരെ, മനുഷ്യൻ മൃഗപ്രായനായി മാറിയിരിക്കുക. അതുകൊണ്ടാണ് നമ്മുടെ കൊട്ടാരക്കരയിൽ വന്ദന എന്ന ഡോക്ടർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായി തീർന്നത്. മനുഷ്യൻ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി അവൻ്റെ തേജസ്സും ബഹുമാനവും അവൻ തള്ളിക്കളഞ്ഞത് കൊണ്ടാണ് നാമെല്ലാം സഹോദരി എന്ന് വിളിച്ചു പറഞ്ഞ സൗമ്യ എന്ന പെൺകുട്ടി വീട്ടിലെത്തുന്നതിന് മുമ്പ് റെയിൽവേ ട്രാക്കിൽ ചേതനയറ്റ ഒരു ശരീരമായി വീഴുവാനിടയായി തീർന്നത്. മനുഷ്യൻ മൃഗപ്രായനായതുകൊണ്ടാണ് ഇവിടെ കൊലപാതകങ്ങൾ നടക്കുന്നത്. മനുഷ്യൻ മൃഗപ്രായനായതുകൊണ്ടാണ് ഇവിടെ അക്രമങ്ങൾ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം എൻ്റെ സഭയിലെ ഒരു അച്ചായൻ്റെ വീട്ടിൽ പാവം പിടിച്ചവൻ ഒറ്റയ്ക്ക് ജീവിക്കുക. അന്നാ രാത്രിയിൽ അദ്ദേഹം അവിടെ ഇല്ലാത്തത് കൊണ്ട് തൻ്റെ പ്രാണൻ തിരികെ കിട്ടി. അവൻ നല്ല മഴയുള്ള ദിവസം ഒരു കള്ളൻ കടന്നു വന്നിട്ട് അവൻ വളരെ വിദഗ്ധമായിട്ട് ആ ഭവനം കുത്തിത്തുറന്ന് അതിനകത്തുള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകാനിടയായി തീർന്നു. ഇങ്ങനെ കൊള്ളയും കൊള്ളിവെപ്പും ഇവിടെ ഒരുമാതിരിയുള്ള ക്രിമിനൽ കേസുകളൊക്കെ നടക്കുന്നതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് മനുഷ്യൻ പാപം ചെയ്ത് മൃഗപ്രായനായതുകൊണ്ടാണ്. പാപം ചെയ്യാനാണോ എന്നെയും നിന്നെയും ദൈവം സൃഷ്ടിച്ചത്? അല്ല. സ്തോത്രം. ദൈവത്തോടു കൂടെ ഇരുന്ന് ദൈവത്തെ സേവിച്ച് തലമുറകളെ സൃഷ്ടിച്ച് ദൈവത്തെ ഭയത്തിലും ഭക്തിയിലും ആരാധിക്കേണ്ടുന്ന മനുഷ്യൻ ദൈവത്തിൽ നിന്നും അകന്ന് മൃഗപ്രായനായവൻ മാറാനിടയായി തീർന്നു. ഇങ്ങനെ മൃഗപ്രായനായി മാറിയ മനുഷ്യനെ മടക്കിക്കൊണ്ടുവരുവാൻ ദൈവം അവന് നിയമങ്ങൾ കൊടുത്തു. ഒരു കൽപ്പന കൊടുത്തിട്ട് അംഗീകരിക്കാത്ത മനുഷ്യന് ന്യായപ്രമാണത്തിൻ്റെ 10 കൽപ്പനകളും അതിൻ്റെ പിരിവുകളും കൊടുത്താൽ എല്ലാ ഗതിയുമുണ്ടോ? ഒരെണ്ണം അവൻ അനുകരിച്ചില്ല, പിന്നെ 10 കൊടുത്താൽ ആരാ അംഗീകരിക്കുന്നത്? 10 അവൻ ലംഘിക്കാനിടയായി തീർന്നു. ദൈവത്തിൽ നിന്നും അവൻ അകന്നു പോകാനിടയായി തീർന്നു. പക്ഷേ കരുണാവാനായ ദൈവത്തിന് മനുഷ്യനെ തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം എല്ലാ സൃഷ്ടി പോലെയുള്ള സൃഷ്ടിയല്ല മനുഷ്യൻ എന്ന് പറയുന്നത്. അവൻ്റെ കരത്തിൻ്റെ സൃഷ്ടിയാണ്. എന്തിനാണ് കരത്തിൽ സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 32-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് സഹായിച്ചേ. 38-ാമത്തെ വാക്യം, 38, ലൂക്കോസ് 3:38. കയീനാന്റെ മകൻ കയീനാൻ ഏനോശിന്റെ മകൻ, കയീനാൻ ഏനോശിന്റെ മകൻ, ഏനോശ് ശേത്തിന്റെ മകൻ, ഏനോശ് ശേത്തിന്റെ മകൻ, ശേത്ത് ആദാമിന്റെ മകൻ, ശേത്ത് ആദാമിന്റെ മകൻ. നിൽക്കണേ, ഇത് പറഞ്ഞു തുടങ്ങുന്നത് 23-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോഴാ.
യേശുക്രിസ്തുവിൻ്റെ പിതാവിനെ കുറിച്ച് അവൻ യോസഫിൻ്റെ മകനെന്ന് നിരൂപിച്ചു എന്ന് പറഞ്ഞിട്ട് യോസഫിൽ തുടങ്ങി പുറകോട്ട് പോയി ആദാമോളം വക്കിൽ ചെന്ന് നിൽക്കുകയാണ്. ഇന്നാണ് എഴുതുന്നെങ്കിൽ എന്നിൽ തുടങ്ങിയാണെങ്കിൽ ഷീലാസ് മനുവേലിൻ്റെ മകൻ, മനുവേൽ യോഹന്നാൻ്റെ മകൻ, യോഹന്നാൻ അന്ത്രയോസിൻ്റെ മകൻ, പിന്നെ ബാക്കി എനിക്കറിയത്തില്ല. ഇത്രയും പപ്പയിൽ നിന്ന് കേട്ടിട്ടുണ്ട്. ഇത്രയും പറഞ്ഞ് പുറകോട്ട് പോയാൽ അവസാനം ചെന്ന് നിൽക്കുന്നത് എവിടെയാ? ആദാമിൽ ചെന്ന് നിൽക്കും. ആദാമിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ ആദാമിനൊരപ്പനെ പറയാനില്ല. ആദാമിനൊരപ്പനെ പറയാൻ ഇല്ല. ആദാം ചുറ്റും നോക്കി ഇങ്ങനെ ചഞ്ചലിച്ച് നിന്നോ? ഇല്ല. ധൈര്യത്തോടെ ആദാം പറഞ്ഞ കാര്യം എന്താ? അവിടെ എഴുതിയിട്ടുണ്ട്, ആദാം ദൈവത്തിന്റെ മകൻ. ഒരു സ്തോത്രം പറയാമോ? നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ല. ദൈവം മനുഷ്യനെ തൻ്റെ സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ സൃഷ്ടിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ നാം ദൈവത്തിൻ്റെ മക്കളായി നിൽക്കേണ്ടതിനാണ്. എന്നാൽ ദൈവത്തിൻ്റെ മക്കളായി നിലകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ അവൻ ദൈവിക കൽപ്പനകൾ ലംഘിച്ച് പുറകോട്ട് മാറിയപ്പോൾ പിതൃത്വം നഷ്ടപ്പെടുവാനിടയായി തീർന്നു. ദൈവത്തിൻ്റെ മകൻ എന്നുള്ള ഭാഗം മാറിയിട്ട് സ്തോത്രം അവൻ ആരായി മാറി? 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നു, പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകൻ. നോക്കേ, അർഹതയില്ലാത്ത സ്ഥാനത്ത് പിശാച് അപ്പനായി മാറി. ആരുടെ? പാപം ചെയ്യുന്നവന്റെ. അവൻ ദൈവത്തിന്റെ മകൻ എന്ന പേരിൽ നിൽക്കേണ്ടുന്ന മനുഷ്യൻ ഇപ്പോൾ പാപം ചെയ്തുകൊണ്ട് അവൻ പിശാചിന്റെ മകനായി മാറി. പാപം ചെയ്ത് പിശാചിന്റെ മകനായി മാറി ജനമെല്ലാം പാപത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ദൈവത്തിന് മക്കളില്ലാതെ വരികയാ. ദൈവത്തിന് മക്കളായി നിലനിൽക്കേണ്ടതിന് മാനവജാതിയെ അവൻ സൃഷ്ടിച്ചു. പക്ഷേ ലംഘനം നടത്തി അവൻ ദൈവത്തിൽ നിന്നും അകന്നു പോകുവാനിടയായി. ദൈവത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യനെ തിരികെ കൊണ്ടുവരുവാൻ കൽപ്പനകൾ കൊടുത്തിട്ട് മനുഷ്യൻ അംഗീകരിച്ചില്ല. മനുഷ്യന് നിയമങ്ങൾ കൊടുത്തു, മനുഷ്യൻ അംഗീകരിച്ചില്ല. അവൻ പാപം ചെയ്ത് ലോകത്തിലൂടെ ജീവിച്ചു പോകുമ്പോൾ ദൈവം സ്വർഗത്തിൽ ഒരു ശബ്ദം കേട്ടു, അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു? ആർ നമുക്ക് വേണ്ടി പോകുമെന്ന ചോദ്യത്തിന് മുന്നിൽ സ്തോത്രം ദൂതസഞ്ചയങ്ങൾ മൗനം വിഭജിക്കുവാനിടയായി തീർന്നു. എന്തുകൊണ്ട് ദൂതന്മാർ പോയില്ല? യോസഫിന്റെ അടുക്കൽ പോയ ദൂതന് പോയിക്കൂടെ? മറിയുടെ അടുക്കൽ പോയ ദൂതന് പോയിക്കൂടെ? ദാനിയേലിന്റെ അടുക്കൽ പോയ ദൂതന് പോയിക്കൂടെ? അവർക്കാർക്കും പോകാൻ പറ്റത്തില്ല. എന്താണെന്ന് ചോദിച്ചാൽ പോയാലുള്ള പരിണതഫലം അവർക്കറിയാം. സ്തോത്രം പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് വേണം താണലോകത്തിലേക്ക് പോകാൻ. ഈ മനുഷ്യനെ രക്ഷിക്കണമെങ്കിൽ ഈ പാപം ചെയ്ത ദേഹി മരിക്കണമെന്നുള്ള ദൈവത്തിന്റെ നിയമത്തിന് അവൻ തത്തുല്യമായി ഒരുവന്റെ പാപം ഒഴിക്കപ്പെടണം. അതിനുവേണ്ടി ആർക്കും കഴിയായാൽ സ്വർഗം മൗനമായിട്ടിരിക്കുമ്പോൾ പുത്രൻ തമ്പുരാനെ ദയിച്ചു. സ്തോത്രം അവിടെ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അനന്തരം സ്തോത്രം അടിയനെ അയക്കണമേ, അടിയൻ പോകാമെന്ന് പറഞ്ഞു. വെറുതെ പോരുകയല്ല, പാപത്തിന്റെ ഭാരമെല്ലാം തൻ്റെ ചുമലിൽ ഏറ്റിക്കൊണ്ട് പാപമറിയാത്തവൻ, പാപം ചെയ്തിട്ടില്ലാത്തവൻ, പാപമില്ലാത്തവനായ ക്രിസ്തു നമുക്ക് വേണ്ടി പരമയാഗമാകേണ്ടതിന് അവൻ താണലോകത്തിലേക്ക് വരുവാനിടയായി തീർന്നു. ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനായി ജനിച്ച് അത്ഭുതങ്ങൾ ചെയ്തപ്പോൾ അവൻ ദൈവമായി അവരോധിക്കപ്പെടുകയായിരുന്നില്ല. ദൈവമായിരുന്നവൻ താണലോകത്തേക്ക് ജഡാവതാരം എടുത്തടങ്ങി വരികയായിരുന്നു. എന്തിനു വേണ്ടി? സ്തോത്രം മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകയാൽ അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവർ ആയി മനുഷ്യവേഷത്തിൽ താണലോകത്തേക്ക് വന്നു. മനുഷ്യനാണ് അവന്റെ മക്കൾ. സ്തോത്രം ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടികളെല്ലാം നമുക്ക് വലുതെന്ന് തോന്നുമ്പോൾ നമുക്ക് വലുതായിരിക്കാം. പക്ഷെ ദൈവത്തിന് ഏറ്റവും വലുത് അവന്റെ കരങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനാണ്. എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാവേ, എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദര, എൻ്റെ കുഞ്ഞനുജ, അവൻ പാപത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിച്ച് ഈ ലോകത്തിന്റെ മയത്വത്തിൽ ജീവിച്ച് ഒരു പാപത്തിന്റെ മകനായി ജീവിച്ചുകൊണ്ട് പിശാചിന് ഇഷ്ടത്തിൽ യാത്ര ചെയ്ത് നരകത്തിലേക്ക് പോകാനല്ല ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പാപം ചെയ്ത് പിശാചിന്റെ മകനായി നിൽക്കുന്നതിനേക്കാൾ ഈ സുവിശേഷ ഘോഷണത്തിലൂടെ ആ പിതൃത്വം മാറി നീ ദൈവത്തിന്റെ മകനായി തീരണമെന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടെയാണ് ഞാനും ഉദ്ഘാടന പ്രസംഗിച്ച കർത്താവിന്റെ ദാസന്മാർ ഉൾപ്പെടെ ഇവിടെ ഈ കണ്ടക്ഷോഭം ചെയ്യുന്നത്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. നാം ദൈവത്തിന്റെ മകനായി തീരണം. അതുകൊണ്ട് എന്ത് ചെയ്യണം? പാപം ചെയ്യുന്ന ദേഹി മരിക്കണമെന്നുള്ള ദൈവത്തിന്റെ വ്യവസ്ഥയാണ്. ആകാശം മാറിപ്പോകും, ഭൂമി മാറിപ്പോകും, പക്ഷെ ദൈവത്തിന്റെ വചനത്തിന് മാറ്റമുണ്ടാകത്തില്ല. സന്ദർഭോചിതമായിട്ട് ദൈവം വചനത്തെ മാറ്റത്തില്ല. അതുകൊണ്ട് പാപികൾക്കെല്ലാം വേണ്ടി ഒരുവൻ മരിച്ചേ മതിയാകത്തുള്ളൂ. അതുകൊണ്ട് യേശുക്രിസ്തു താണലോകത്തേക്ക് ഇറങ്ങി വന്ന് സ്തോത്രം 33.5 തിരുവയസ്സായപ്പോൾ കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രൻ അധർമ്മികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടാൻ സമയമായി. വരുവിൻ, നമുക്ക് പോകാം.
അവൻ ഒലിവുമലയിലേക്ക് യാത്ര ചെയ്തു. യേശുക്രിസ്തു അറിയാതൊരു സുപ്രഭാതത്തിൽ റോമൻ പടയാളികളും തന്നെ ഉറ്റുകൊടുത്ത യൂദായി ഉൾപ്പെടെ യഹൂദന്മാരുടെ ചേർന്ന് അറിയാതെ ശിക്ഷിക്കപ്പെടുകയായിരുന്നില്ല. പിന്നെയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് BC 700-കളിൽ ജീവിച്ചിരുന്ന പ്രവാചക വരേണ്യന്മാർ, 400-കളിൽ ജീവിച്ചിരുന്ന പ്രവാചകന്മാർ യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രവചിച്ചിരുന്നു. അതിൽ പഴയ നിയമ പ്രവാചകന്മാരിൽ ഇരുത്തം വന്ന പ്രവാചകനായിരുന്നു യെശയ്യാ പ്രവാചകൻ. പഴയ നിയമത്തിലെ സുവിശേഷം എന്നാണ് യെശയ്യാ പ്രവചനത്തെ വിളിക്കുന്നത്. അതിൽ 53-ാം അധ്യായത്തിൽ 7-ാം അധ്യായത്തിൽ ഈ അധ്യായങ്ങളിലെല്ലാം എഴുതിയിട്ടുണ്ട്, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. 53-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇടയ്ക്കൊക്കെ വാക്യങ്ങളുണ്ട്, ഞാൻ പറയുന്നില്ല. ആമേൻ. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അതുപോലെ തന്നെ ക്രിസ്തു കന്യകയിൽ ഭൂജാതനാകാനിടയായി. തൻ്റെ ശുശ്രൂഷ തികയ്ക്കാറായപ്പോൾ 53-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അവനെ തകർത്തു കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. യഹോവ നിർണയിച്ച കാര്യമാണ് ക്രിസ്തു ക്രൂശിൽ നിവർത്തീകരിപ്പാനിടയായി തീർന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത് ക്രൂശിൽ നടക്കാതിരിക്കേണ്ടതിന് വേണ്ടി ഹേരോദാവിൻ്റെ ഭാര്യയുടെ ഹൃദയത്തിൽ ഒരു മനസ്സലിവ് പോലെ പിശാച് ഒരു പ്രവൃത്തി ചെയ്യുവാനിടയായി തീർന്നു. ഹേരോദാവ് ഒരു ലെറ്റർ എഴുതി, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല, അവനെ വെറുതെ വിടുക എന്ന് പറഞ്ഞു. നമ്മൾ വിചാരിക്കും ആ സഹോദരി ഒരു മനുഷ്യത്വമുള്ള സഹോദരിയാണെന്ന് നമ്മൾ ചിന്തിക്കും. അല്ലവേ അല്ല. ഒരു നല്ല കാര്യം ചെയ്യുന്നത് പോലെ മാനവരാശിയുടെ രക്ഷയ്ക്ക് തടങ്കിലിടാൻ പിശാച് ഉപയോഗിച്ച ഒരു വഴിയായിരുന്നു. തിരുവചനത്തിൽ പറയുന്നു, ഞാൻ ഇടയനെ വെട്ടും, കൂട്ടത്തിലെ ആടുകൾ ചിതറിപ്പോകുമെന്ന് പറയുന്നു. അത് നിവർത്തീകരിക്കേണ്ടത് ദൈവത്തിന്റെ പദ്ധതിയാകയാൽ കർത്താവ് അവനെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. ക്രിസ്ത്യാനികളുടെ നേതാവിനെ യഹൂദന്മാരും റോമാക്കാരും ക്രൂശിൽ തറച്ചു. അതുകൊണ്ട് സ്വയം രക്ഷിക്കാൻ കഴിയാത്ത ഒരു ദൈവത്തെയാണ് ക്രിസ്ത്യാനികൾ സേവിക്കുന്നത് എന്ന് പലരും പറയുമ്പോൾ അറിവില്ലായ്മയുടെ സ്തോത്രം പിന്നാമ്പുറങ്ങളിൽ നിന്നാണ് പറയുന്നത്. അത് അങ്ങനെയല്ല. മരിക്കാൻ വേണ്ടി ഇറങ്ങി വന്നവനാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. ജീവിക്കാൻ വേണ്ടി വന്നവനല്ല, അവൻ മരിക്കാൻ വേണ്ടി വന്നവനാണ്. പലരെക്കുറിച്ചും നമ്മൾ അങ്ങനെ പറയാറില്ലേ? ചിലരങ്ങ് അമിതമായിട്ട് ആഹാരം കഴിക്കുമ്പോൾ നമ്മൾ പറയും, ഇവൻ തിന്നാൻ വേണ്ടി ജനിച്ചവനാണോ? അല്ലേ? തിന്നാൻ വേണ്ടി. ചിലർ പോകുന്ന വഴിയെല്ലാം അടിയുണ്ടാക്കും. അവനെക്കുറിച്ച് പറയുന്നത് ഇവൻ അടിയുണ്ടാക്കാൻ വേണ്ടി. കാരണം എന്തിനു വേണ്ടി ജനിച്ചോ അവൻ അതിൻ്റെ കർമ്മം എന്ത് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ കർത്താവ് മരിക്കാൻ വേണ്ടി ജനിച്ചതുകൊണ്ട് അവൻ മരണത്തിലേക്ക് നടന്നെടുക്കുകയായിരുന്നു. റോമൻ പടയാളികളും യഹൂദന്മാരും എല്ലാവരും കൂടെ അടുത്തു വന്ന യേശുവിനെ പിടിക്കാൻ തുടങ്ങുമ്പോൾ യേശു പറഞ്ഞു, എന്നെ പിടിച്ചുകൊള്ളുക, നിങ്ങൾ അന്വേഷിക്കുന്ന ക്രിസ്തു ഞാൻ തന്നെ, ഇവരെ വിടുക, ഇവരെ വിടുക, ഇവർ പോയിക്കൊള്ളട്ടെ, നിങ്ങൾ അന്വേഷിക്കുന്നവൻ ഞാൻ തന്നെയാണെന്ന് പറഞ്ഞു. ഇവരെ വിടുക എന്ന് പറഞ്ഞപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ മാത്രമല്ല ആ വിരൽ ചൂണ്ടിയത്, പാപം ചെയ്ത മാനവജാതിയെ മുഴുവനും നേരെയാണ് ആ വിരൽ ചൂണ്ടുവാനിടയായി തീർന്നത്. പാപം ചെയ്ത ദേഹി മരിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ കൽപ്പന നിലനിൽക്കുമ്പോൾ എല്ലാവർക്കും വേണ്ടി യേശുക്രിസ്തു യാഗമാകാനിടയായി തീർന്നു. യേശുക്രിസ്തു മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യാഗമാകാനിടയായി തീർന്നു. യാഗമായി തീർന്ന ക്രിസ്തു സ്തോത്രം യാഗമാകുന്നതിന് മുൻപ് ഇങ്ങനെ പറഞ്ഞു, സ്തോത്രം, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. സ്തോത്രം, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നു, വായിച്ചാട്ടെ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവൻ അധികാരം കൊടുത്തു. സ്തോത്രം, ഏദനിൽ നഷ്ടപ്പെട്ട പിതൃത്വം സ്തോത്രം ക്രിസ്തുവിലൂടെ അവൻ മാനവരാശിക്ക് ജയിപ്പാൻ ഇടയായി തീർന്നു. പ്രിയമുള്ളവരെ, ഈ രാത്രിയിൽ ഈ സുവിശേഷം ഇവിടെ പറയുന്നത്, സ്തോത്രം, നീ പാപത്തിന്റെ പിടിയിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് വരുവാനിടയായി തീരണം. നമുക്കെല്ലാവർക്കും വേണ്ടി നാം ചെയ്ത പാപത്തിന്റെ പരിഹാരമായി കാൽവറി ക്രൂശിൽ അവൻ നമുക്ക് യാഗമായി തീർന്നു. ഇനി നാം ചെയ്യേണ്ടത് എന്താണ്? എൻ്റെ കർത്താവേ, എൻ്റെ രക്ഷിതാവും എൻ്റെ കർത്താവുമേ, അങ്ങൻ്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറി ക്രൂശിൽ യാഗമായി. യേശുക്രിസ്തു ക്രിസ്ത്യാനികളുടെ മാത്രം ദൈവമല്ല. യേശുക്രിസ്തു പെന്തക്കോസ്തുകാരുടെ കുത്തകയല്ല. സ്തോത്രം, ഇതാ സകല രോഗത്തിനുമുള്ള രക്ഷാമാർഗം ഇന്ന് നിങ്ങളോട് ഘോഷിക്കുന്നു.
കർത്താവായ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ബേത്ലഹേമിൽ ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സകല മാനവജാതിയോടുമുള്ള രക്ഷാമാർഗമാണ് അവിടെ വിശദീകരിപ്പാനിടയായി തീർന്നത്. അങ്ങനെയാണെങ്കിൽ സകല മാനവജാതിക്കും വേണ്ടിയാണ് യേശു ക്രിസ്തു ജനിച്ചതെങ്കിൽ സകല മാനവജാതിയുടെ പാപവും പേറിക്കൊണ്ടാണ് അവൻ ക്രൂശിൽ യാഗമായി തീരാനിടയായി തീർന്നത്. ഈ രാത്രിയിൽ ആമേൻ സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ ക്രൂശിനെ ആമൻ ധ്യാനിച്ചുകൊണ്ട് കർത്താവേ, അങ്ങന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറി ക്രൂശിൽ യാഗമായി അങ്ങനെയും അവൻ മകളാക്കി തീർക്കണമേ, മകനാക്കി തീർക്കണമേ എന്ന് പറഞ്ഞാൽ മനുഷ്യ ഈ 80, 90, 100 വയസ്സുകൊണ്ട് തീരുന്നതല്ല മനുഷ്യന്റെ ആത്മാവെന്ന് പറയുന്നത്. മനുഷ്യന്റെ ആമൻ സ്തോത്രം ഈ ശരീരം ഇവിടെ അവൻ തീർന്നു പോകും, ഇവിടെ നശിച്ചു പോകും. എന്നാൽ നശിച്ചു പോകാത്തൊന്നുണ്ട്, അത് ആത്മാവാണ്. ആ ആത്മാവിന് നാശമില്ല. ആ ആത്മാവ് നരകത്തിൽ പോകാതെ നിത്യജീവനിലേക്ക് വരണമെങ്കിൽ ഏകമാർഗം കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് സുവിശേഷത്തിന്റെ വിപ്ലവവാക്യം ഞാൻ ഇവിടെയും ഉദ്ധരിക്കുവാൻ താല്പര്യപ്പെടുന്നു. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ ഒരു നാമമുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തുവിന്റെ നാമമല്ലാതെ വേറൊരു നാമമില്ല. ആ നാമം അവൻ തിരിച്ചറിഞ്ഞ ആളുകളാണ് ഈ രാത്രിയിൽ ഇവിടെ കടന്നു വരുവാനിടയായി തീർന്നത്. അത് ഞാൻ സ്വീകരിക്കണമെങ്കിൽ, യേശു ക്രിസ്തുവിനെ എൻ്റെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണമെങ്കിൽ ഞാൻ എന്തു ചെയ്യണം? എത്ര രൂപ ചെലവാക്കണം? എവിടെ പോകണമെന്ന് ചോദിക്കുന്ന സംശയത്തോടു കൂടെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടായിരിക്കാം. എന്നാൽ കർത്താവ് പറയുന്നു, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടുകൂടെയും അവൻ എന്നോടുകൂടെയും അത്താഴം കഴിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ അനുവാദം നാം ഹൃദയം തുറന്നു കൊടുത്ത് കർത്താവായ യേശുവേ എൻ്റെ ഹൃദയത്തിലേക്കൊന്ന് കടന്നു വരണമേ എന്ന് പറഞ്ഞാൽ ആമേൻ സ്തോത്രം, നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് നമ്മുടെ ആത്മാവിന് നിത്യശാന്തി തരുവാൻ യേശു ക്രിസ്തുവിന് മാത്രമാണ് കഴിയുന്നത്. ആമേൻ സ്തോത്രം, യേശു ക്രിസ്തുവിന് ലോകത്തിന് തരാൻ കഴിയാത്ത നിത്യശാന്തി തരാൻ കഴിയുന്നു എങ്കിൽ ഈ ലോകത്തിൽ നമുക്ക് വേണ്ടുന്നതെല്ലാം തരുവാൻ അവൻ മതിയായ ദൈവമാണ്. സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലതും നൽകാതിരിക്കുമോ? പ്രിയമാതാവേ, നിന്റെ തലമുറയെ ഓർത്താണോ നീ ഭാരപ്പെടുന്നത്? ആമേൻ സ്തോത്രം. പ്രിയ പിതാവേ, നിന്റെ ജീവിതത്തെ ഓർത്താണോ നീ ഭാരപ്പെടുന്നത്? നാളെ എന്താകുമെന്ന ചിന്താഭാരത്തിലാണോ നാം ആയിരിക്കുന്നത്? ആമൻ ജീവരക്ഷ തരുവാൻ കഴിവുള്ള ദൈവത്തിന് നിന്റെ ആകുലതകളെ മാറ്റാൻ മതിയായ ദൈവമാ. പ്രിയരേ, ഇത് ഞാൻ പറയുമ്പോൾ 1952 കുന്നത്തൂരിൽ തുരുത്തിക്കരയിൽ തങ്കമ്മ യോഹന്നാൻ ദമ്പതികൾക്ക് 5 മക്കളിൽ 2ാമനായി എൻ്റെ പിതാവ് ജനിച്ചു. 2 കണ്ണും കാഴ്ചയില്ലാത്തവനായി ജനിച്ച താന് മറ്റുള്ളവരെ പോലെ ജീവിതമാർഗം തേടിയെടുക്കാൻ കഴിയാത്തവനായി ജീവിതം നരകിച്ച് അങ്ങനെ അസ്തമിക്കുമെന്ന് ചിന്തിച്ച സ്ഥാനത്ത് തൻ്റെ 18ാമത്തെ വയസ്സിൽ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം തൻ്റെ ഹൃദയത്തിലേക്ക് വരുവാനിടയായി തീർന്നു. ആത്മീയ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നതെങ്കിലും വ്യക്തിപരമായി ഹൃദയം ഒരു വല്ലാത്ത ഭയത്തിലായിരുന്നു, ഭാവി എന്തായി തീരുമെന്നുള്ള ചിന്തയിൽ. അവസാനം താൻ തിരഞ്ഞെടുത്ത മാർഗം പല വേദികളിൽ ഞാൻ ഉൾപ്പെടെ കേട്ടിട്ടുണ്ട്. വീട്ടിലിരിക്കുമ്പോൾ ഞങ്ങളോട് പറഞ്ഞ കാര്യമുണ്ട്, ദൈവം ഓരോ നന്മകൾ തുറന്നു തരുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, ഇതൊന്നും അനുഭവിക്കാൻ നാം യോഗ്യരല്ല, ഇതെല്ലാം ലഭിക്കുന്നത് യേശു ക്രിസ്തുവിലൂടെയാണ് എന്ന് ഞങ്ങളെ പറഞ്ഞ് ഓർമ്മിപ്പിക്കാറുണ്ട്. പ്രിയമുള്ളവരെ, താൻ തിരഞ്ഞെടുത്തൊരു മാർഗം എന്നെപ്പോലെയല്ല. നന്നായി പാടുമായിരുന്നു എൻ്റെ പിതാവ്. ആ പാടുന്ന എൻ്റെ പിതാവ് ചിന്തിച്ചൊരു കാര്യമുണ്ട്, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി, ശാസ്താംകോട്ട, അടൂർ ഇതുവഴിയൊക്കെ പോകുന്ന ലൈൻ ബസ്സുകളിൽ, പ്രൈവറ്റ് ബസ്സുകളിൽ കയറി പാട്ടുപാടാം. പാട്ടുപാടിയാൽ ആരെങ്കിലും എന്തെങ്കിലും വെച്ച് നീട്ടും. ആ കിട്ടുന്നത് കൊണ്ട് ഉപജീവനം കഴിക്കാമെന്ന് പറഞ്ഞു തൻ്റെ ജീവിതത്തെ പരിമിതിപ്പെടുത്തുവാനിടയായി തീർന്നു. എന്നാൽ താൻ അങ്ങനെ തൻ്റെ ജീവിതത്തെ പരിമിതിപ്പെടുത്തിയെങ്കിലും താൻ സേവിക്കുന്നത് പരിമിതിയില്ലാത്തൊരു ദൈവത്തെയായിരുന്നു. ഇത് താൻ തിരിച്ചറിയാൻ അല്പം താമസിച്ചു പോയി. ആ ബാല്യപ്രായമായിരുന്നല്ലോ, അതിനെക്കുറിച്ച് വലിയ ജാഗ്രതയൊന്നുമില്ലായിരുന്നു. അവൻ ഭയഭക്തിയുള്ള മാതാപിതാക്കളാൽ ജനിച്ചു വളർന്നു, വിശ്വാസ ഭക്തിയിൽ ജീവിച്ചു വന്നെങ്കിലും സ്വന്തം ജീവിതം ഇരുളടഞ്ഞതായിരുന്നു. താൻ തന്നെക്കുറിച്ച് ഇങ്ങനെ വിധി എഴുതാനിടയായി തീർന്നു, ഇതിനപ്പുറം ഞാൻ എങ്ങോട്ടും പോകത്തില്ല എന്ന് വിധി എഴുതി നിൽക്കെ യേശു ക്രിസ്തു തന്നെ തിരഞ്ഞെടുക്കുവാനിടയായി തീർന്നു. ഈ പുസ്തകം എൻ്റെ പിതാവിനെ ദൈവം ഏൽപ്പിക്കാനിടയായി തീർന്നു. പാടാൻ കഴിവുള്ളവൻ പാടുക മാത്രമല്ല, യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കാൻ തുടങ്ങി. എന്തെങ്കിലും കിട്ടുമെന്ന ചിന്തയിലല്ല, അകത്താത്മാവിൻ്റെ ആവേശമുണ്ടായപ്പോൾ തൻ്റെ ജീവിതത്തിനൊരു ദർശനം തന്ന, തൻ്റെ ജീവിതത്തിനൊരു വെളിച്ചം തന്ന യേശുവിനെ കുറിച്ച് താൻ പാടാൻ തുടങ്ങി. ആദ്യം പാടിയ പാട്ടൊക്കെ എനിക്ക് പാടണമെന്നുണ്ട്, പക്ഷേ സമയമില്ല. ആമേൻ സ്തോത്രം. യേശു ക്രിസ്തുവിനെ കുറിച്ച് താൻ പാടാൻ തുടങ്ങി. അവൻ പാടി കേരളക്കര മുഴുവനും പാടി, ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിലും പാടി. ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം നിർണയിച്ച കാര്യം,
ഈ കടമ്പനാട് വെച്ച് 89 പിതാവിനോട് പരിശുദ്ധാത്മാവ് കോടുകുളഞ്ഞ് രാജു എന്ന് അറിയപ്പെടുന്ന പ്രവാചകനിലൂടെ ഇങ്ങനെ പറഞ്ഞു, നീയും കടൽ കടന്നൊരു യാത്ര ചെയ്യും. ഗൾഫിൽ പോകുന്നത് വലിയ കാര്യമൊന്നുമല്ല കേട്ടോ, എങ്കിലും എൻ്റെ പിതാവിനെ പോലുള്ള ഒരാൾക്ക് ആ കാലഘട്ടത്തിൽ അത് വലിയ കാര്യം തന്നെയാണ്. കണ്ണുകാഴ്ചയില്ലാത്തവൻ, ബ്രെയിൽ ലിപി പഠിച്ചിട്ടില്ലാത്തവൻ, ബന്ധുമിത്രാദികൾ ആരുമില്ലാത്തവൻ എങ്ങനെ ഗൾഫ് നാടുകളിൽ പോകും? പ്രവാചകൻ തലയിൽ കൈവച്ച് ദൂത് പറയുമ്പോൾ ഹൃദയത്തിൽ ഒരു ചിന്ത ഇങ്ങനെ പറഞ്ഞു, ഒരു നേരം വയറ് നിറച്ച് ആഹാരം കഴിച്ചിട്ട് മരിച്ചായിരുന്നെങ്കിൽ അത്രമാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ എന്ന് പിതാവ് ഹൃദയത്തിൽ അന്നേരം പറഞ്ഞു എന്നാണ് എനിക്ക് കേൾക്കാനിടയായി തീർന്നത്. ഇതും പരിശുദ്ധാത്മാവ് വിവേചിച്ചു. പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞു, ഇപ്പോൾ ഈ ദൂത് ഞാൻ പറയുമ്പോൾ നീ വിശ്വസിക്കത്തില്ല, പക്ഷേ എൻ്റെ കരം പ്രവർത്തിക്കുമ്പോൾ നീ വിശ്വസിച്ചാൽ മതി. സ്തോത്രം. വാക്ക് പറഞ്ഞവൻ വിശ്വസ്തനാണ്, അത് നിവർത്തിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് വന്ന പാസ്റ്റർ പ്രസംഗിക്കാനായിട്ട് വേദിയിലേക്ക് പോയി. താൻ സ്തോത്രം ഈ ദൂത് മറന്നേ കളഞ്ഞു. അതിനൊരു വിലയും കൊടുത്തില്ല. എന്നാൽ കുറെ നാളുകൾക്ക് ശേഷം ദൈവമായി വഴിയൊരുക്കുവാൻ തുടങ്ങി. വിദേശ രാജ്യങ്ങളിൽ പോയി യേശുവിനെ പ്രസംഗിച്ചു. അവിടെയും പ്രസംഗിച്ചു, മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ ഏകനാമം യേശുക്രിസ്തു എന്ന് പ്രസംഗിച്ചു. പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ബാല്യകാലം മുതൽ ഞാനും എൻ്റെ സഹോദരങ്ങളും ടീമിലെ കൂട്ടുകാരുമെല്ലാം എൻ്റെ പിതാവിൻ്റെ കൈപിടിച്ച് യാത്ര ചെയ്യുമായിരുന്നു. കൂടുതൽ യാത്രകൾ ഞാൻ ചെയ്യുമായിരുന്നു. ഇങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ഇനി പോകുമ്പോൾ നീയും നിന്റെ അപ്പനും കൂടെ പോകുമെന്ന് പറഞ്ഞു. ഞാനത് വിശ്വസിച്ചില്ല. സ്തോത്രം. എന്നാൽ സ്തോത്രം പിതാവിനും മകനും കൂടെ വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്ത് ഞങ്ങളെ രക്ഷിച്ച യേശുവിനെ ഉയർത്തുവാൻ ഭാഗ്യം ലഭിക്കാനിടയായി തീർന്നു. എൻ്റെ മാന്യ ശ്രോതാവേ, അറിവിൻ്റെ പിൻബലത്തിൽ നിന്നുകൊണ്ടല്ല ഇവിടെ ഇന്ന് വിവാദോരാതെ സംസാരിക്കുന്നത്. അനുഭവത്തിൻ്റെ പിൻബലത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ്, ഈ ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങിത്തിരിച്ചവരാരും വഴിയിൽ നശിച്ചു പോയിട്ടില്ല. അവരുടെ തലമുറകൾ അലഞ്ഞു പോയിട്ടില്ല. അവനാരുടെയും കത്തിക്കുത്തേറ്റ് ജീവിതം അവസാനിപ്പിച്ചിട്ടില്ല. അവൻ കൊലക്കയറൽ തീർന്നിട്ടില്ല. അവന് ജീവിതത്തിൽ ഒരു ലക്ഷ്യം ഞങ്ങളെ വിടുവിച്ച ദൈവത്തിന് നൽകുവാനിടയായി തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാവേ, ഒരുപക്ഷെങ്കിൽ ഇതിനെ വിമർശന ബുദ്ധിയോടുകൂടെ ആയിരിക്കാം നീ ചിന്തിക്കുന്നത്. നിന്റെ മതത്തിൻ്റെയോ നിന്റെ അറിവിൻ്റെയോ പിൻബലത്തിൽ നിന്നുകൊണ്ട് ഇതൊരു വല്ലാത്ത പ്രസംഗമാണല്ലോ എന്ന് ചിന്തിച്ചേക്കാം. അത് ആ നിഷ്കളങ്ക മനസാക്ഷിയിൽ നിന്ന് വരുന്നതാണെന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. അതിനപ്പുറമായിട്ട് സ്തോത്രം മറ്റൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഈ സത്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ദൈവത്തെ സേവിക്കുന്നത് കൊണ്ടുള്ളത് ഗുണമെന്ന് പറയുന്നത്. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ.